വലിയൊരു പാറക്കല്ലുകൾക്കടിയിൽ, ആ ചെളിക്കടിയിൽ നേരത്തെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ വീടുകളുടെ മുകളിലാണോ എന്ന് നമുക്കറിയില്ല. ഈ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ ഹിറ്റാച്ചികൾക്കോ JCB-കൾക്കോ ഈ ചെളിയിലൂടെ താഴ്ന്നു പോകുന്നത് കൊണ്ട് കടന്നു വരാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ തെരച്ചിലിനുള്ള മറു തയ്യാറെടുപ്പ് എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ റെസ്ക്യൂ ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത്? മനു, നമ്മൾ നേരത്തെ കൊടുത്ത ദൃശ്യങ്ങളിൽ നിന്നും നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടത് ഈ നോട്ട് കെട്ടുകൾ, ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ പഠിക്കാൻ ഉപയോഗിച്ച പുസ്തകങ്ങൾ, ഡയറികൾ, ഒപ്പം വീട്ടിലെ ഉപകരണങ്ങൾ, വീട് മേയാൻ ഉപയോഗിച്ച ആസ്പെറ്റോസ് ഷീറ്റുകൾ, അങ്ങനെ പലതര സാധനങ്ങളൊക്കെ ഈ മണ്ണിനടിയിൽ ഉണ്ടായിരുന്നു. സിലിണ്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രദേശത്ത് വീടുകൾ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ ആളുകളും ഉണ്ടായിരുന്നു. ഈ തൊട്ടടുത്ത തേയില ഫാക്ടറിയിലെയും ഒപ്പം തന്നെ തേയില തോട്ടത്തിലെയും ഒക്കെ ജോലിക്കാരാണ് ഇതിൽ കുടുങ്ങിയിട്ടുള്ളത്. ഈ ഞാൻ നിൽക്കുന്ന പ്രദേശത്തിന് തൊട്ട് മുകളിൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് ഒരു വീടുണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ ഒക്കെ ഇപ്പോൾ പറയുന്നത്. തൊട്ടടുത്തും ഉണ്ടായിരുന്നു. ഈ തേയില എസ്റ്റേറ്റിലെ ജീവനക്കാരായ മലയാളികളും ഒപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളും ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്കാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അവർ ഒഴുകിപ്പോയിട്ടുണ്ടാവാം. കുറച്ച് പേർ എന്തായാലും ഇതിനകത്തുണ്ടാകാം. അത്തരത്തിൽ രൂക്ഷമായ ഒരു ദുർഗന്ധം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് കൂടുതലായി പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യം ഫയർഫോഴ്സിൻ്റെ സംഘമാണ് ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ സംഘങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചു. തിരുവനന്തപുരം യൂട്ടിലെ സംഘമാണ് ഇങ്ങോട്ട് എത്തിയത്. ഏകദേശം 500ഓളം ആളുകൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ തിരച്ചിലിനായി എത്തിയിട്ടുണ്ട്. നിലവിൽ മുണ്ടക്കയിൽ നടക്കുന്ന ഏറ്റവും വലിയ തിരച്ചിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ്. നമ്മൾ നൽകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഉള്ള സ്ഥലത്താണ് എന്ന് പറയാൻ കഴിയും. കാരണം ഓരോ വിഭാഗങ്ങളെയും ഇങ്ങോട്ട് കൂടുതലായി എത്തിക്കുകയാണ്. നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ മലമുകളിലൂടെ എങ്ങനെ ഹിറ്റാച്ചി എത്തിക്കുമെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് മീറ്ററുകൾ അപ്പുറത്ത് പോയാൽ അതിലൂടെയാണ് മുണ്ടക്കയിലെ അങ്ങേ അറ്റത്തേക്ക് പോകുന്ന റോഡ് ഉള്ളത്. ആ റോഡ് വഴി JCB വെച്ച് മണ്ണ് മാന്തി റോഡ് സൃഷ്ടിച്ച ശേഷം ഇങ്ങോട്ട് ഹിറ്റാച്ചിയെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അല്ലാതെ ഈ നിലവിൽ തിരച്ചിൽ നടത്തിയ പ്രദേശത്ത് നിന്ന് ഹിറ്റാച്ചിക്ക് ഒരു കാരണവശാലും ഈ ദുർഗന്ധം ഉണ്ടായ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. ഇപ്പോൾ ഇവർ ഈ കമ്പൊക്കെ വെച്ച് കുത്തിയുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ മനുഷ്യസഹജമായി ഒരു പരിശോധനയിൽ നിന്ന് ഈ മൃതദേഹം കണ്ടെത്താനോ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താനോ കഴിയില്ല എന്നാണ് ഇവർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടുതൽ സംഘങ്ങളെ ഇവിടത്തേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ ഹിറ്റാച്ചി, നിലവിൽ 3 ഹിറ്റാച്ചി ആയിരുന്നു ഇവിടെ തിരച്ചിൽ നടത്തിയിരുന്നത്. പക്ഷേ ആ 2 ഹിറ്റാച്ചി വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോയി അത് ആ മുകളിൽ ഭാഗത്തുനിന്ന് താഴത്തേക്ക് ഇറക്കി അവിടെ മണ്ണ് മാന്തി ചളി മാറ്റി പരിശോധന നടത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം അത് ആരംഭിക്കും. അതിനായി ഹിറ്റാച്ചി മുകളിലോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഫയർഫോഴ്സ് സംഘങ്ങളാണ്. സ്പെഷ്യൽ തമിഴ്നാടിൻ്റെ ടീം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ കൂടി ഇങ്ങോട്ട് ഇപ്പോൾ എത്തിച്ചുള്ള ഒരു തിരച്ചിൽ ദൗത്യമാണ് നടത്തുന്നത്. ഇതൊരു രക്ഷാപ്രവർത്തനം എന്നിനി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മണ്ണിനടിയിൽ ഇവർ പെട്ടിട്ട് 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി മൃതദേഹമോ ശരീരാവശിഷ്ടങ്ങളോ കണ്ടെത്തുക, അതിനുള്ള പരിശോധന നടത്തുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള വഴി. അതിനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഓരോ പ്രദേശത്തും ഓരോ സ്ഥലത്തും ഓരോ പോയിന്റിലും ഇങ്ങനെ കമ്പ് വെച്ച് താഴ്ത്തുമ്പോൾ അത് ഏകദേശം ഒരു ആൾ താഴ്ചയോളം താഴ്ന്നു പോകുന്നു. നേരത്തെ നമ്മുടെ ക്യാമറമാൻ സജു അങ്ങോട്ട് ദൃശ്യങ്ങൾ പകർത്താനായി കാല് താഴത്തേക്ക് പൂർണ്ണമായും ചളിയിൽ പൂണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് സജുവിനെ ആ ചളിയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എത്തിച്ചത്. അങ്ങനെ അതീവ ദുഷ്കരമായ ഒരു മേഖലയിലുള്ള പരിശോധന, കൂടുതൽ സേനാംഗങ്ങളെ എത്തിച്ചുള്ള പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചെറു സംഘങ്ങളായി മറ്റ് പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നു. ഈ പ്രദേശത്ത് നിലവിൽ 60ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ സമീപവാസികൾ അതുപോലെ തന്നെ ഒക്കെ നൽകിയിട്ടുള്ള റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ ആരൊക്കെ രക്ഷപ്പെട്ടു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല, ആരൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു ഭാഗം പൂർണ്ണമായും ഈ മണ്ണും കല്ലും എടുത്തു പോയിട്ടുണ്ട്. ഇവിടെ വലിയ പാറക്കൂട്ടങ്ങളാണ് നിലവിൽ ഉള്ളത്. അതിനിടയിലുള്ള ചളിയാണ്. ഈ ചളികൾക്ക് ഇടയിലും ചെറുപാറകൾ ഉണ്ട്. അങ്ങനെ അതിനകത്തേക്ക് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് മാത്രം രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഒരു ചെറിയ വെള്ളമൊഴുകുന്ന വഴി മാത്രമാണ് ആളുകൾക്ക് നടന്നു പോകാൻ കഴിയുന്ന വഴി എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ചെറിയ പാറകളിലൊക്കെ കയറി നിന്ന് വേണം ഈ തിരച്ചിൽ നടത്താൻ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാമെന്ന് വ്യക്തമാകുന്ന ഒരു ചാല് പോലെ ഒഴുകി വരുന്ന ആ വഴികളിൽ നിന്നുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ക്യാമറമാൻ സജു നൽകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ അങ്ങോളം ആ ഭാഗത്ത് പൂർണ്ണമായും നീണ്ടു നിൽക്കുന്ന ഭാഗത്ത് പൂർണ്ണമായും ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്താണ് ആദ്യത്തെ സ്പോട്ട് ഈ സ്മെല്ലുണ്ടായിരുന്നത്, ആ പാറയോട് ചേർന്ന ഭാഗത്ത്. അതിനുശേഷം ആ പാറയുടെ തൊട്ടപ്പുറത്തായി
ആ സ്മെല്ല് തന്നെ അനുഭവപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നേരത്തെ ഈ കമ്പ് വെച്ചുള്ള പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്നാണ് കുട്ടികളുടെ പുസ്തകങ്ങൾ, ഉടുപ്പ്, ഒപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ, മറ്റ് വസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, ഒപ്പം ഈ വീട് മേയാൻ ഉപയോഗിച്ച ആസ്പെറ്റോ ഷീറ്റ്, അങ്ങനെ അതൊക്കെ കണ്ടെത്തുന്ന സാഹചര്യം അവിടെയാണ് ഉണ്ടായിരുന്നത്. ആ രണ്ട് ഭാഗത്ത് മണ്ണിനടിയിൽ, ഈ ചളിക്കടിയിൽ ഏതോ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്തായാലും ഉറപ്പാണ്. അതിൻ്റെ ദുർഗന്ധമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ തന്നെ അത്തരത്തിലുള്ള ഒരു ദുർഗന്ധമുണ്ടായ പ്രദേശത്ത് തെരച്ചിലാണ് ശരീരാവശിഷ്ടങ്ങൾ ഇവിടെ കണ്ടെത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ രാവിലെ ഇങ്ങോട്ട് മുണ്ടക്കൈയിലേക്ക് പോകാനായി ഇറങ്ങിയ സമയത്താണ് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നമ്മളോട് പറയുന്നത് ഇങ്ങനെയൊരു സ്പോട്ടുണ്ട്, അവിടത്തേക്ക് തെരച്ചിലിന് ഒരുങ്ങുകയാണ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ ദുഷ്കരമായ വഴിയിലൂടെ തന്നെ നമ്മൾ ഇങ്ങോട്ട് എത്തിപ്പെടുകയും ചെയ്തത്. ആ സമയത്ത് 1-2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് തിരുവനന്തപുരം ഫയർഫോഴ്സ് യൂണിറ്റിലെ കൂടുതൽ സംഘാംഗങ്ങൾ ഇവിടത്തേക്ക് എത്തുകയും വ്യാപകമായ പരിശോധന നടത്തുകയും ഇവർ ആവശ്യപ്പെട്ടത് പ്രകാരം JCBയും ഹിറ്റാച്ചിയും ഒക്കെ ഇങ്ങോട്ട് എത്തിച്ച് പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഹിറ്റാച്ചി ഓപ്പറേറ്റർമാർ ഉൾപ്പെടെ വ്യക്തമാക്കിയത് ഈ ചളിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നായിരുന്നു. അതിനുശേഷം ചളി മാറ്റി കുറച്ച് മുമ്പോട്ട് വരാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അതും വിജയിക്കാത്ത സാഹചര്യത്തിൽ പിന്നീടാണ് ഇത്തരത്തിൽ മറ്റൊരു വഴി കൂടി തേടാം എന്ന് തീരുമാനിച്ചത്. അല്പസമയത്തിനകം ചെളി അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം. കാരണം രാത്രിയിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മണ്ണ് കൂടുതൽ ചെളിയായി കിടക്കുന്നു. മറ്റൊന്ന്, ഭയങ്കര വലുതായ അതിഭീമാകാരന്മാരായ പാറക്കഷ്ണങ്ങൾ കിടക്കുന്ന ഒരു സാഹചര്യം. ഒരു കാര്യം ഓർക്കണം, നേരത്തെ വീടുകളിരുന്ന പ്രദേശമാണ്, മനുഷ്യർ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അതിന് മുകളിലേക്കാണ് ഈ മണ്ണും ചെളിയും ഇത്രയധികം കനമുള്ള പാറക്കഷ്ണങ്ങളും വന്ന് വീണിരിക്കുന്നത്. എത്രമാത്രം നാശോന്മുഖമായിട്ടാണ് ആ ഉരുൾ മനുഷ്യരെ എടുത്തുകൊണ്ട് പോയതെന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ ഒരു കോൺക്രീറ്റ് സ്ലാബൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. ഈ പറയുന്നത് പോലെ ദുർഗന്ധമൊക്കെ വന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ അതിനടിയിൽ മനുഷ്യ ശരീരങ്ങളുമുണ്ട് എന്ന കാര്യം ഉറപ്പിക്കാം. അതിലേക്ക് എത്തണമെങ്കിൽ ആദ്യമുള്ള വെല്ലുവിളി ഈ ചെളി മാറ്റുക, ഈ പാറക്കഷ്ണങ്ങൾ മാറ്റുക എന്നതാണ്. അതിന് പ്രധാനമായും ഈ ഹിറ്റാച്ചികൾ അങ്ങോട്ടേക്ക് എത്തണം. അപ്പോൾ മുകൾ വശത്ത് നിന്ന് ഹിറ്റാച്ചികൾ അങ്ങോട്ടേക്ക് എത്താനുള്ള വഴികൾ JCBകൾ വെട്ടുന്നു എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആ രീതിയിൽ ഉടനെ തന്നെ ഹിറ്റാച്ചി അടക്കം അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഹിറ്റാച്ചി ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുമെന്നാണ് ഓപ്പറേറ്റർമാർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഹിറ്റാച്ചി, 2 ഹിറ്റാച്ചികൾ ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും റോഡ് വഴി അവർ അവിടെ എത്തിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മണ്ണ് താഴത്തേക്ക്, കുത്തനെയുള്ള മണ്ണ് മാറ്റി വേണം ഹിറ്റാച്ചിക്ക് താഴെ ഇറങ്ങാൻ എന്നുള്ളതാണ്. അതിന് താഴെ അവർ പരിശോധന നടത്തിയപ്പോൾ നിലവിൽ ഈ ഭാഗത്ത്, നേരത്തെ ഉണ്ടായിരുന്ന ഭാഗത്ത് കൂടി പോകാൻ കഴിയുന്നതിലും എളുപ്പമായി അപ്പുറത്തേക്ക് എത്താൻ കഴിയും, ഈ സ്പോട്ട് കണ്ടെത്തിയ സ്ഥലത്ത് എത്താൻ കഴിയും എന്നാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. അതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആ നീണ്ടു കിടക്കുന്ന ഭാഗം നമുക്കിപ്പോൾ കാണാൻ കഴിയും. ആ മേഖലകളിലെല്ലാം ഈ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെയും ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഇപ്പോൾ ഈ കമ്പൊക്കെ ഉപയോഗിച്ച്, അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചൊക്കെ തെരച്ചിൽ നടത്തുകയാണ്. തൊട്ടടുത്തൊരു പാടി ഉണ്ടായിരുന്നു, ഒരു വീടുണ്ടായിരുന്നു. ഈ നമ്മൾ നേരത്തെ കണ്ട, ഞാൻ നേരത്തെ നിന്ന ആ ഉദ്യോഗസ്ഥൻ്റെ ബൈറ്റ് നിന്ന സ്ഥലത്ത് ഒരു വീടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഇവരുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകൾ ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അവർ പറഞ്ഞതും അങ്ങനെയാണ്. ആ വീടിൻ്റെ ഒരു അംശം പോലും ഇപ്പോൾ നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അവിടെ ഈ വഴിയിൽ വലിയ തരത്തിൽ ഉള്ള വെള്ളവും കല്ലും പാറയും ഒക്കെ അടിച്ചു വന്ന് തൊട്ടടുത്തൊരു മലയിൽ തട്ടിത്തെറിച്ച് ഇപ്പുറത്തെ ഭാഗത്തെ പൂർണ്ണമായും നശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ആ മല പക്ഷേ ഒലിച്ചു പോയിട്ടില്ല. അതിന് പ്രധാന കാരണം അതൊരു തേയില തോട്ടമായിരുന്നു. ആ തേയിലത്തോട്ടത്തിലെ വേരുകൾ, തേയിലച്ചെടിയുടെ വേരുകൾ ഒക്കെ ഉറപ്പിച്ച് നിന്നതുകൊണ്ട് ആ മല മാത്രം തെറിച്ചു പോയില്ല, അതങ്ങനെ ശക്തിയായി ഉറച്ചു നിൽക്കുകയായിരുന്നു. അവിടെ തട്ടി വെള്ളവും കല്ലുമൊക്കെ തൊട്ടടുത്ത ഈ ഭാഗത്തേക്ക്, തൊട്ട് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വീടാണ് പൂർണ്ണമായും തകർന്നത്. അവിടെ ഉണ്ടായിരുന്ന ഷെഡൊക്കെ നശിച്ചു. ഈ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഒക്കെ ടെൻ്റൊക്കെ കെട്ടിയിട്ടായിരുന്നു ഇവിടെ താമസം എന്നാണ് പറയുന്നത്. അത് ആരൊക്കെയാണെന്ന കണക്കുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇതിൻ്റെ മാനേജർ, തേയില എസ്റ്റേറ്റിൻ്റെ മാനേജർ ഒരു വക ആളുകളെയൊക്കെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വീണ്ടും അയാൾ ഇവിടെ വന്ന് നിന്ന സമയത്താണ്, അതായത് സർക്കാരിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ മാറേണ്ടതുണ്ട് എന്ന നിർദ്ദേശം അനുസരിച്ച് കുറച്ച് തൊഴിലാളികളെ അയാൾ അങ്ങോട്ട് മാറ്റിയിരുന്നു, മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരുന്നു. അയാൾ തിരിച്ചു വന്ന പക്ഷേ ഈ വീട്ടിൽ എവിടെയോ ആണ് താമസിച്ചിരുന്നത്. ഇയാളുടെ മൃതദേഹം ഇവിടുന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ, ഏറെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെ തന്നെയാണ് ഈ മുണ്ടക്കൈയിലെ ഈ ഇപ്പോൾ പ്രധാനമായും തെരച്ചിൽ നടത്തുന്ന മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞ ഭാഗത്ത് നടക്കുന്നത്. മനു.